ഹായ്, നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഒരു കൊട്ടാരത്തിലേതാണ്. കൃഷ്ണപുരം കൊട്ടാരത്തിലേത്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം മുനിസിപ്പാലിറ്റിയിലാണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന കൊട്ടാരത്തിന് മുമ്പ് ഇവിടെ മറ്റൊരു കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരം ഈ നാട് ഭരിച്ചിരുന്ന ഓടനാട് രാജാക്കന്മാരുടേതായിരുന്നു. 1729 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാടിന്റെ ഭരണാധികാരിയാകുകയും ചുറ്റുമുള്ള പല നാട്ടുരാജ്യങ്ങളെയും യുദ്ധത്തിലൂടെയും ഉടമ്പടിയിലൂടെയും ഒക്കെ തന്നെ വിശാലമായ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച് തിരുവിതാംകൂർ രാജ്യം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഈ ഓടനാട് രാജവംശവും മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഓടനാടിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ശേഷം അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരം ഇടിച്ചു നിരത്തുകയും പുതുതായി ഒന്ന് നിർമ്മിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ ഈ കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം. വിശാലമായ ഒരു പൂന്തോട്ടമായിരുന്നു കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിലുകൾക്ക് മുമ്പിലായി ഉണ്ടായിരുന്നത്. ആ പൂന്തോട്ടവും കടന്ന് ഈ പടിപ്പുര വഴി നമുക്ക് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. കയറി ചെല്ലുമ്പോൾ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് പച്ച പുല്ലുകൾ നട്ടു വളർത്തിയിരിക്കുന്നു. മാത്രമല്ല ധാരാളം ചെടികളും ഈ മുറ്റത്ത് നമുക്ക് കാണാം. ഈ കൊട്ടാരം ഇത് തിരുവിതാംകൂർ രാജാക്കന്മാർ അവിടെ താമസിച്ച് രാജ്യഭരണം നടത്തിയിരുന്ന ഒരു കൊട്ടാരമല്ല, മറിച്ച് അവരുടെ ഒരു ഇടത്താവളമായിട്ട് ഗസ്റ്റ് ഹൗസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ കൊട്ടാരം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണുള്ളത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചില അവശേഷിപ്പുകളും അടയാളങ്ങളും നമുക്ക് ഈ കൊട്ടാരത്തിനുള്ളിൽ ദർശിക്കുവാനാകും. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉടവാള് കാണാം. 1880 മുതൽ 85 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ വിശാഖം തിരുനാൾ ഉപയോഗിച്ചിരുന്ന ഉടവാളാണത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ സമയത്തെ രാജാവായിരുന്നു ശ്രീ വിശാഖം തിരുനാൾ. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഒരു മരച്ചീനി ഇനത്തിന്റെ പേര് ശ്രീ വിശാഖ് എന്നാണ്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച രാജാവായിരുന്നു ഇദ്ദേഹം. കൊട്ടാരം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ അടയാളങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന പുരാവസ്തുക്കൾ ഈ കൊട്ടാരത്തിനുള്ളിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ വലതുവശത്തെ മുറിയിൽ നിറയെ കാലങ്ങൾ പഴക്കമുള്ള ഹിന്ദു ദേവന്മാരുടെ വിഗ്രഹങ്ങളാണുള്ളത്. ചേങ്ങലയും ബുദ്ധനെയുമൊക്കെ നമുക്ക് തൊട്ടടുത്ത നേരെ എതിർവശത്തെ മുറിയിൽ കാണുവാനാകും. ആ മുറിയുടെ മറ്റൊരു പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് പഴയ കാലത്തെ അളവ് പാത്രങ്ങളും തൂക്കുകട്ടകളുമാണ്. നമ്മുടെ പഴയ കാലത്തെ അളവ് പാത്രങ്ങളാണ് ചവട്, ആഴക്ക്, നാഴി, ഇടങ്ങഴി, ചെറുനാഴിയൊക്കെ. അതൊക്കെ നമുക്കിവിടെ കാണാം. എല്ലാമല്ല, അതുപോലെ അളവ് തൂക്കങ്ങൾ ഉറുപ്പിക തൂക്കം, പലം, റാത്തൽ, തുലാസ് എന്നിങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഈ നമ്മളീ കാണുന്ന വലിയ കട്ടകൾ തുലാസുകളാണ്. ഏകദേശം ഒരു തുലാം എന്ന് പറയുന്നത് 17.5 കിലോയാണ്. ഈ മുറിയിലെ മറ്റൊരു ആകർഷണീയത നമ്മുടെ ഹാരപ്പയിലെയും മോഹൻജദാരയിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളുടെ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളുടെ മോഡൽ, ഒറിജിനൽ അല്ല, മോഡൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്നും നമ്മൾ ഇറങ്ങുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. ഈ കൊട്ടാരം 2 നിലകളിലായി 16 കെട്ടാണ്. നടുമുറ്റത്ത് നിന്നും നമ്മൾ കയറുന്നത് ഒരു വരാന്തയിലേക്കാണ്. ഇവിടെ നമുക്ക് സ്മാരകശിലകളും നന്നങ്ങാടിയും കുടക്കല്ലുമൊക്കെ കാണാം. ഈ നന്നങ്ങാടി എന്ന് പറയുന്നത് നമ്മുടെ മഹാശിലായുഗ കാലഘട്ടത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വലിയ മൺഭരണികളാണ്. ഈ മൺഭരണികൾ, നന്നങ്ങാടികൾ കുഴിച്ചിട്ടതിൻ്റെ മുകളിൽ കൂണിൻ്റെ ആകൃതിയിലും അല്ലെങ്കിൽ ഒരു കുടയുടെ ആകൃതിയിൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചവയാണ് കുടക്കല്ലുകൾ. ഇവിടെ കാണുന്ന നന്നങ്ങാടി അത് യഥാർത്ഥത്തിലുള്ളതാണ്. കുടക്കല്ലും സ്മാരകശിലകളുമൊക്കെ അതിൻ്റെ ഒരു മാതൃകകളാണ്. വീരക്കല്ല്, ഇത് പഴയ കാലത്ത് യുദ്ധങ്ങളിലൊക്കെ മൃത്യു വരിക്കുന്ന ധീരയോദ്ധാക്കളുടെ സ്മരണാർത്ഥം നിർമ്മിക്കുന്നതാണ് വീരക്കല്ല്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു വീരക്കല്ലും നമുക്കിവിടെ കാണാം. വരാന്ത കഴിഞ്ഞാൽ ഒരു ചെറുമുറ്റമാണ്. മുറ്റവും കടന്ന് നമ്മൾ അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ശിലാശാസനങ്ങൾ കാണാം. ശിലാശാസനം കാണാം. നമ്മുടെ ചരിത്രത്തിൻ്റെ നാൾവഴികൾ തിട്ടപ്പെടുത്തുന്നതിൽ വളരെ പ്രാധാന്യവും പങ്കും വഹിച്ചിട്ടുള്ളതാണ് ഈ ശിലാശാസനങ്ങൾ. ഓരോരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ, ഭരണാധികാരികൾ അവരുടെ ഉത്തരവുകൾ കല്ലിൽ കൊത്തി സ്ഥാപിക്കുന്നതാണ് ഈ ശിലാശാസനങ്ങൾ. കൊട്ടാരത്തിലെ വളരെ പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഒരു കാഴ്ചയാണ് ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം.
ഈ ചുവർച്ചിത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുവർച്ചിത്രം. അതുമാത്രമല്ല, ഈ ചിത്രം വരച്ചിരിക്കുന്നത് പൂർണ്ണമായും പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ടാണ്. ഗജേന്ദ്രമോക്ഷമാണ് ഈ ചുവർച്ചിത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. എന്താണ് ഈ ഗജേന്ദ്രമോക്ഷം? പണ്ട് തൃക്കൂട പർവ്വതത്തിൽ തൂമത്ത എന്നൊരു മനോഹരമായ ഉദ്യാനമുണ്ടായിരുന്നു. ആ ഉദ്യാനത്തിൽ ഗജേന്ദ്രൻ എന്നൊരു ആനകളുടെയൊക്കെ രാജാവായി അവിടെ വാണിരുന്നു. ഈ ഗജേന്ദ്രൻ വിഷ്ണു ഭഗവാന്റെ പരമഭക്തനായിരുന്നു. ഒരിക്കൽ വിഷ്ണു ഭഗവാനെ പൂജിക്കുവാൻ താമരപ്പൂ പറിക്കുവാൻ വേണ്ടി ഗജേന്ദ്രൻ അവിടെയുള്ള തടാകത്തിൽ ചെല്ലുന്നു. തടാകത്തിൽ ചെന്ന് പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗജേന്ദ്രൻ്റെ കാലിൽ ഒരു മുതല പിടിയിടുന്നു. അപ്പം ഗജേന്ദ്രനെ രക്ഷിക്കുവാൻ ഗജേന്ദ്രൻ്റെ കൂട്ടാളികളൊക്കെ എത്തി. ഗജേന്ദ്രൻ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് രക്ഷപ്പെടുവാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി. എന്നിട്ടൊന്നും മുതല പിടിവിട്ടില്ല. മാത്രമല്ല, മരണം മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഗജേന്ദ്രൻ തൻ്റെ ഇഷ്ടഭഗവാനായ വിഷ്ണുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വിഷ്ണു പ്രത്യക്ഷപ്പെടുകയും മുതലയെ വധിച്ച് ഗജേന്ദ്രനെ രക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ഗജേന്ദ്രമോക്ഷം കഥ. ഈ കഥയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഗജേന്ദ്രമോക്ഷം കഥയിൽ മോക്ഷം ലഭിച്ചത് ഗജേന്ദ്രന് മാത്രമാണോ? അല്ല. ഈ ഗജേന്ദ്രൻ എന്ന ആന ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് അഗസ്ത്യമുനിയുടെ ശാപം കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ആനയായി ജനിക്കുന്നത്. ശാപം കിട്ടിയത് മറ്റൊന്നുമല്ല, വിഷ്ണു പൂജയിൽ ഏർപ്പെട്ടിരുന്ന ഇന്ദ്രദ്യുമ്നൻ അഗസ്ത്യമുനി വന്നത് കണ്ടില്ല. അദ്ദേഹത്തെ കാര്യമായി പരിഗണിച്ചില്ല. ഇതിൽ കുപിതനായി അടുത്ത ജന്മത്തിൽ നീ ഒരു ആനയായി ജനിക്കട്ടെ എന്ന് ശപിക്കുന്നു. മറ്റൊരു കഥ, ഹുഹു എന്നൊരു ഗന്ധർവ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ദേവാലമുനി സന്ദർശനത്തിനെത്തുന്നു. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സ്വീകരിച്ച് അനച്ചതിന് ശേഷം ഇവരെ ഒരുമിച്ച് കുളിക്കാൻ പോകുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹുഹു രാജാവ് ചുമ്മാ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ദേവാലമുനിയുടെ കാലയിൽ പിടിച്ചു വലിക്കുന്നു. ഇതിൽ ക്ഷുഭിതനായ മുനി അടുത്ത ജന്മത്തിൽ നീ ഒരു മുതലയെ തന്നെ ജനിക്കട്ടെ എന്ന് ശപിക്കുന്നു. ശാപമോക്ഷത്തിന് കേണപേക്ഷിച്ച രാജാവിനോട് ദേവാലമുനി പറയും, അടുത്ത ജന്മത്തിൽ വിഷ്ണു ഭഗവാൻ നിന്നെ വധിച്ച് നിനക്ക് മോക്ഷം നൽകും. മോക്ഷം നൽകുക എന്ന് പറഞ്ഞാൽ ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തനായി ദൈവത്തോട് ചേരുക എന്നുള്ളതാണ്. രണ്ടുപേരും മോക്ഷം ലഭിച്ച കഥയാണ് ഗജേന്ദ്രമോക്ഷം കഥ. ഇതിന് താഴോട്ട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു കുളമാണ്. ആ കുളത്തിൽ നിന്ന് കുളിച്ച് കയറി ഈറനോടുകൂടി വന്ന് ഭഗവാനെ തൊടാൻ പറ്റുന്ന രീതിയിൽ തേവാരപ്പുരയിലാണ് ഈ ചുവർ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ നിന്നും അടുത്ത മുറിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നിരവധി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ നമുക്ക് ആ മുറിയിൽ കാണാം. ആ മുറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത പുറത്തേക്ക് തുറന്നിരിക്കുന്ന 2 കിളിവാതിലുകളാണ്. കിളിവാതിലുകൾ മാത്രമല്ല, ഒരു വാതിലുമുണ്ട്. അവ തുറന്നിരിക്കുന്നത് പ്രകൃതിയിലേക്കും നമ്മൾ മുമ്പ് പറഞ്ഞ കുളത്തിലേക്കുമാണ്. ഇവിടെ നമുക്ക് ഗണപതി, വിഷ്ണു, ഭൈരവൻ, ഭദ്രകാളി, ശങ്കരനാരായണൻ, ശാസ്താവ് കൂടാതെ സപ്തമാതാക്കളുടെയും വിഗ്രഹങ്ങൾ കാണാം. ആദിപരാശക്തിയുടെ 7 രൂപങ്ങൾ, 7 ഭാവങ്ങൾ, അതിനെയാണ് സപ്തമാതാക്കൾ എന്ന് പറയുന്നത്. അവിടെ നിന്നും നമ്മൾ ഇറങ്ങുന്നത് ഒരു വരാന്തയിലേക്കും അതിൻ്റെ മുന്നിലായിട്ടുള്ള മുറ്റത്തേക്കുമാണ്. ഈ കൊട്ടാരം കേരളത്തിൻ്റെ വാസ്തുവിദ്യയുടെ മനോഹാരിതയും അതോടൊപ്പം തന്നെ സാങ്കേതിക മികവും പ്രദർശിപ്പിക്കുന്നതാണ്. ഇവിടെയും 2 ചുവർ ചിത്രങ്ങളുണ്ട്. ഗജേന്ദ്രമോക്ഷം അകത്താണ്. ഇത് പുറത്തായതുകൊണ്ടാകാം കാലപ്പഴക്കം ഒരു പ്രധാന കാരണവുമാണ്. അവയ്ക്ക് മങ്ങലേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലുള്ള തിരുവേഗപ്പുറ ഗ്രാമത്തിലെ തിരുവേഗപ്പുറ ക്ഷേത്രത്തിൻ്റെ മാതൃക ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മുറിയിൽ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഒരു പതിപ്പ് ഇരിപ്പുണ്ട്. നമുക്കറിയാം 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. ആ സമയത്ത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു മഹാരാജാവ്. തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജാവായിരുന്നു ചിത്തിര തിരുനാൾ. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരുകൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടുന്ന് നമ്മൾ കയറുന്നത് ഒരു ഇടനാഴിയിലേക്കാണ്. ആ ഇടനാഴിയിൽ ധാരാളം നാഗവിഗ്രഹങ്ങൾ, നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും ഒക്കെ വിഗ്രഹങ്ങളാണ് വെച്ചിരിക്കുന്നത്. ആ കാണുന്ന വാതിൽ, അതിലെയാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് കയറിയത്. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അതിനഭിമുഖമായിട്ടുള്ള
ഇടനാഴിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാഗരാജാവിനെയും നാഗയക്ഷിനെയും ഒക്കെ നമുക്ക് അവിടെ കാണാം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറാം. അവിടെയാണ് രാജാവിൻ്റെ പള്ളിയറയും ക്യാബിനറ്റ് ഹാളും നൃത്തമണ്ഡപവും ഒക്കെ ഉള്ളത്. അതോടൊപ്പം വിശേഷ വസ്തുക്കളുടെ പ്രദർശനവും അവിടെയുണ്ട്. നമുക്ക് മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. മുകളിലത്തെ കിളിവാതിലുകളിലൂടെ നോക്കിയാൽ നമുക്ക് കൊട്ടാരത്തിൻ്റെ പരിസരമൊക്കെ വ്യക്തമായി കാണാൻ കഴിയും. ഈ മുകളിലത്തെ നിലയിലാണ് രാജാവിൻ്റെ പള്ളിയറ, രാജാവിൻ്റെ കിടപ്പ് മുറി, ബെഡ്റൂം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലയിൽ ബാത്റൂം സൗകര്യമുണ്ട്. ഡച്ച് മാതൃകയിലാണ് ഇവിടെ ബാത്റൂം ഒരുക്കിയിരുന്നത്. ഒരു യൂറോപ്യൻ ശക്തിയെ ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നത് തിരുവിതാംകൂറാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഡച്ചുകാരെയായിരുന്നു അത്. ആ ഡച്ചുകാരുടെ സാങ്കേതിക വിദ്യയാണ് ഈ ടോയ്ലറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത്. രാജാവ് ഈ കൊട്ടാരത്തിലുള്ള സമയത്ത് ക്യാബിനറ്റ് കൂടുവാൻ, ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ട യോഗങ്ങൾ നടത്തിയിരുന്ന റൂമാണ് ഇത്. അവിടെ നിന്നും നമ്മൾ നേരെ കയറുന്നത് പള്ളിയറയിലേക്കാണ്, രാജാവിൻ്റെ ബെഡ്റൂം. ധാരാളം കിളിവാതിലുകളുള്ള 2 ഇടനാഴികൾ ഈ മുറിയുടെ 2 വശങ്ങളിലായിട്ടുണ്ട്. തടസ്സമില്ലാതെ കാറ്റ് ധാരാളം കയറുന്നത് കൊണ്ട് തന്നെ ഉച്ച സമയത്ത് പോലും ഇതിനുള്ളിൽ ഒരു കുളിരാണ്. ഈ മുറിയിൽ സജ്ജീകരിച്ചിരിക്കുന്നതിൽ ഒരു പ്രധാന കാഴ്ച, പണ്ടുകാലത്ത് പീരങ്കികളിൽ ഉപയോഗിച്ചിരുന്ന ഉണ്ട, അത് ഉരുക്കുകൊണ്ടുള്ളതും കല്ലുകൊണ്ടുള്ളതും നമുക്കിവിടെ കാണാം. ഇരുമ്പ് ബയണറ്റും കൈവിലങ്ങുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ സംസ്കൃതത്തിൽ അച്ചടിച്ച ബൈബിളും നമുക്കിവിടെ കാണാം. അടുത്ത ഒരു കാഴ്ചയാണ് കായംകുളം വാൾ, പഴയ ഒരു കായംകുളം വാൾ. മലയാള ഭാഷയ്ക്ക് ഒരു ശൈലി തന്നെ പ്രദാനം ചെയ്ത ഒരു ആയുധമാണ് ഈ കായംകുളം വാൾ. ഒരേ സമയം 2 പക്ഷത്തും ചേരുന്ന ആളുകളെയാണ് നമ്മൾ കായംകുളം വാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാരണം ഈ കായംകുളം വാളിന് 2 വശത്തും മൂർച്ചയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസ് ഉപയോഗിച്ചിരുന്ന ഒരു പരിചയം നമുക്ക് കാണാം. മുകളിൽ പ്രധാനമായിട്ടും 2 മുറികളാണുള്ളത്. ബാക്കി ഇടങ്ങളൊക്കെയും തുറസായതാണ്. അവിടെയൊക്കെയും നല്ല തടിപ്പണികൾ ചെയ്ത് മറച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ച അനുഭവം തന്നെയാണ് ഈ മുകളിലത്തെ നിലയിലെ കാഴ്ചകൾ. നിങ്ങൾ കമ്മട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇതാണ് കമ്മട്ടം. തിരുവിതാംകൂറിൽ നാണയങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കമ്മട്ടം. ഈ കമ്മട്ടത്തിൽ നിർമ്മിച്ച നാണയങ്ങളാണിത്. നിർമ്മാണ ഘട്ടത്തിൽ പലപ്പോഴും കേടുപാടുകൾ പറ്റിയ നാണയങ്ങളാണ് ഈ കാണുന്നത്. മുകളിലത്തെ 2ാമത്തെ മുറിയിൽ വിപുലമായ നാണയ ശേഖരമാണുള്ളത്. പഴയകാലത്തെ ഒട്ടുമിക്ക നാണയങ്ങളും, എല്ലാ നാണയങ്ങളും തന്നെ പറയാം, നമുക്ക് അവിടെ കാണാനാകും. ഇതാണ് രാശിപ്പലക. ഇതിൽ 500 കോയിനുകൾ ഉൾക്കൊള്ളും. മുകളിലെ കാഴ്ചകൾ കണ്ട് നമ്മളിനി താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ കയറി വന്ന പടികളിലൂടെയല്ല നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. അതിന് കയറി വരുവാനും ഇറങ്ങുവാനും പ്രത്യേകം പടികളുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കൊട്ടാരത്തിൻ്റെ വെളിയിൽ ഉദ്യാനത്തിൽ ഒരു ബുദ്ധ മണ്ഡപമുണ്ട്. നമ്മുടെ പ്രദേശത്തെ പുരാതനമായ ബുദ്ധ പാരമ്പര്യം കൂടി ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തും. ധാരാളം ഓർമ്മകൾ ഉറങ്ങുന്ന മനോഹരമായ ഈ കൊട്ടാരം ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ചരിത്രത്തിലെ കണ്ടെത്തലുകൾ കൂടി നമുക്ക് സമ്മാനിക്കുന്നു. തീർച്ചയായും കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരിടം തന്നെയാണ് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം. കഥകളും കാഴ്ചകളും അവസാനിക്കുന്നേയില്ല. പുതിയ കാഴ്ചകൾക്കും കഥകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.